കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPIM സമരം. ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിനായി ഗതാഗതം വഴി തിരിച്ചുവിട്ടു. സമരത്തിനായി റോഡിൽ കസേരകൾ നിരത്തി. ഗതാഗതത്തിന് വേറെയും വഴികളുണ്ടല്ലോ എന്നും ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ടായി. പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം. ജുഡീഷ്യറിയോടുള്ള ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. നിഖിൽ അളവൂരുണ്ട്. നിഖിൽ, എന്താണ് സംഭവം? ആതിര, പൊതുനിരത്തുകളിൽ ഇത്തരത്തിൽ സമരങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുന്നതിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായതിന് പിന്നാലെയാണ് വിമർശിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള പരാമർശം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നടത്തുന്നത്. തങ്ങൾക്ക് സമരം നടത്തണം, കാരണം കേന്ദ്രം കേരളത്തിന് അവഗണന നടത്തണം, അത് മലയാളികളുടെ ജീവൽ പ്രശ്നമാണ്. അങ്ങനെ സമരം ചെയ്യാനുള്ളതും ഒരു മൗലിക അവകാശം തന്നെയാണ്. 10,000-ലേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും റോഡ് തടസ്സപ്പെടും, ഗതാഗതം വഴിതിരിച്ച് വിടേണ്ടി വരും. അതിനാണ് പോലീസിന് അത്തരം നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിന് പകരം പോലീസ് ചെയ്തിരിക്കുന്നത് തനിക്കൊരു നോട്ടീസ് നൽകുകയാണ്. ജുഡീഷ്യറിയോട് ബഹുമാനമുള്ളതുകൊണ്ട് ആ നോട്ടീസ് വാങ്ങി കയ്യിൽ വച്ചിട്ടുണ്ട്. പക്ഷേ കോടതിയോട് ചില കാര്യങ്ങളാണ് MV ജയരാജൻ പറയുന്നത്. ഈ സമരം ചെയ്യാൻ, അതായത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ ഒരേ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് മാത്രമാണ് ഉള്ളത്. അവിടെ സമരം ചെയ്യും. പകരം ഇത്തരത്തിൽ റോഡ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റ് വഴികളുണ്ട്, ആ വഴിയിലൂടെ ഗതാഗതം വഴിതിരിച്ചു വിടാമല്ലോ എന്നതാണ് MV ജയരാജന്റെ ചോദ്യം. അതിനൊപ്പം പറയുന്നത്, നേരത്തെ ഇതേപോലെ തന്നെ കോടതിയെ വിമർശിച്ചുള്ള പ്രസംഗത്തിന്റെ പേരിൽ ജയിലിൽ കിടന്നയാളാണ് MV ജയരാജൻ. അദ്ദേഹത്തിന്റെ ശുംഭൻ പരാമർശം വലിയ വിവാദമാവുകയും പിന്നീട് കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ ഈ ഒരു സംഭവത്തിൽ ഇനിയിപ്പോൾ കോടതിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോകാനാണെങ്കിൽ ഈ ചൂട് കാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്നുകൂടിയാണ് MV ജയരാജൻ പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ LDFിൻ്റെ ഈ ഒരു ധർണയിലൂടെ എന്നത് ഒരു വാസ്തവമാണ്. കാരണം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുഴുവനായും റോഡിൽ കസേരകൾ നിരത്തിയിട്ടാണ് ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. EP ജയരാജനായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അത്തരത്തിൽ ഗതാഗതം മുടങ്ങുന്ന ഒരു സാഹചര്യം ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ആ പരിപാടിയിലാണ് MV ജയരാജന്റെ കോടതിക്കെതിരായ വിമർശനം. ശരി, നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.